എനിക്കറിയാം സാറിന് 3 ലിസണിംഗ് റൂമുകളുണ്ട്. ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് എനിക്കറിയാം. ഒരു മൺകലം എടുത്ത് അതിലേക്ക് ഒരു വൂഫറും വെച്ച് ഒരു ചെറിയ മെറ്റൽ ട്യൂട്ടറും വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും വിചാരിക്കും ഇതിൽ എന്താണ് ഇവർക്ക് ഇത്രയും ജോയ് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞറിയിക്കേണ്ടതല്ല. നിങ്ങൾ എന്ത് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പം പല കമ്പനീസും ഈ ഹെഡ്സെറ്റുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ബേസ് എംഫസൈസ് ചെയ്താണ്. വലിയ എക്സ്പെൻസീവ് ഐറ്റംസ് നിന്നാണ് തുടങ്ങേണ്ടതെന്നല്ല. നിങ്ങളുടെ സേവിങ്ങിൽ 100 രൂപ ഏൺ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 30 രൂപയെങ്കിലും ചിലവാക്കണം. വെൽക്കം ടു ദ ലിസണിംഗ് റൂം. ദ ലിസണിംഗ് റൂം എന്നത് SH ഡിജിറ്റൽ മീഡിയയുടെ ഒരു പോഡ്കാസ്റ്റ് ആണ്. ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഓഡിയോ ഫയൽസിനെ പരിചയപ്പെടാനും അവരുടെ ഓഡിയോ സിസ്റ്റംസ് എക്സ്പ്ലോർ ചെയ്യാനും അവരുടെ ആശയങ്ങളും അവരുടെ അറിവുകളും എല്ലാം പങ്കുവയ്ക്കാനുമാണ്. ദ ലിസണിംഗ് റൂമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സുജൻ സാറിനെയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളാണ്. നമസ്കാരം സാർ. നമസ്തേ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സാറിൻ്റെ ഒരു ലിസണിംഗ് റൂമിലാണ്. എനിക്കറിയാം സാറിന് 3 ലിസണിംഗ് റൂമുകളുണ്ട്. ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് സാർ ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഈ ഒരു ലിസണിംഗ് റൂമിലെ ജേർണി തുടങ്ങിയത്? അതായത് ഞാൻ 80 കിഡ്സ് ആണ്. എൻ്റെ ഒരു ചെറിയ കാലത്തൊക്കെ നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുമ്പം ഫിലിപ്സിൻ്റെ ഹൈക്യൂ എന്നുള്ള ഒരു സ്പീക്കറിലാണ് പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. അതിൽ നിങ്ങൾ ഈ ബേസ് ഒന്നും അത് ലോ ഫ്രീക്വൻസി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വോക്കൽ മട്ടും വരും ചായ കുടിച്ചുകൊണ്ട് കേട്ട് ഇരിക്കുമ്പം. ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഡെപ്ത്നെസ് ഇത് 10ാം ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങിയത്. നെക്സ്റ്റ് അതിന് ശേഷം നമുക്ക് അത്രയും വലിയ സാമ്പത്തികമായിട്ട് നമ്മൾ അങ്ങനെ വലിയ ഇതല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കോളേജ് പഠനത്തിൻ്റെ ടൈമിലേക്കൊക്കെ ഒരു മൺകലം എടുത്ത് അതിലേക്ക് ഒരു വൂഫറും വച്ച് ഒരു ചെറിയ മെറ്റൽ ട്യൂട്ടറും വച്ച് വലിയ ഒരു ഡെക്ക് സിസ്റ്റം. ആ സമയം നമുക്കെല്ലാം ഇതേപോലെ CD അല്ലെങ്കിൽ ഡിജിറ്റലിലേക്കുള്ള ഫ്ലാഗ് ഫയലാ, വേവ് ഫയലാ, അല്ലെങ്കിൽ DSD ഇതൊന്നുമില്ല. നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് സാധാരണ ഒരു കേസറ്റാണ്. ഈ കേസറ്റിലേക്ക് ഇട്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത ഇതെന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടി. അതിൻ്റെ ഫിലിപ്സ് ഇതേപോലെ പാനസോണിക്കിൻ്റെ ഹൈഫൈ സിസ്റ്റംസ് വന്ന് അതിൻ്റെ അടുത്തത് സോണിയുടെ കാര്യങ്ങളിരുന്ന് അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഡെക്കും സ്പീക്കറുമായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. DIY നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിൻ്റെ അടുത്തതാണ് ഞാൻ സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് ഞാൻ ക്യൂ അക്കോസ്റ്റിക്കിൻ്റെ 3020i എന്നുള്ള ഒരു മോഡൽ, ഒരു ബുക്ക് ഷെൽഫ് പ്ലസ് ഒരു നമ്മുടെ മെറാൻസിൻ്റെ ഒരു ആമ്പും കിട്ടി. ഇൻ്റഗ്രേറ്റഡ് ആമ്പാണ്. അതിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് സാർ ആ ഒരു അത് ലിസൺ ചെയ്തപ്പോൾ ഉണ്ടായപ്പോഴുള്ള ഒരു വളരെ വ്യത്യാസമായിട്ട്. അതായത് ആമ്പ് നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ആമ്പും എല്ലാം യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ കേൾക്കും, നമുക്ക് ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും വിചാരിക്കും ഇതിൽ എന്താണ് ഇവർക്ക് ഇത്രയും ആദർശമോ അല്ലെങ്കിൽ ഇത്രയും ജോയ് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞറിയിക്കേണ്ടതല്ല. കേട്ട് എക്സ്പീരിയൻസ് ലിസൺ ചെയ്ത് അത് അനുഭവിക്കേണ്ട ഒരു കാര്യവുമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ SH ഡിജിറ്റൽ മീഡിയയിൽ പോലും ഞാൻ പല പ്രാവശ്യവും വന്ന് എന്താണ് ലിസണിങ്, എന്താണ് ആഡിയോ, എന്താണ് വീഡിയോ, ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒவ்வொரு സ്ഥലത്തിലേക്കും നമ്മൾ ഈ ആഡിയോ ഫയൽ എന്ന് പറയുന്നത് സാധാ വോക്കൽ മട്ടുമല്ല, ഡീറ്റെയിലിംഗ് ആണ് മെയിൻ. നമ്മൾ ഒരു സ്പീക്കർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട്, അതിൽ വോക്കൽ മട്ടുമല്ല നമുക്ക് ഇരിക്കേണ്ടത്. അതിൽ നല്ല ഇമേജ് വേണം, അതിലേക്ക് സൗണ്ട് സ്റ്റേജ് വേണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രീക്വൻസി അല്ലെ ഹൈ ഫ്രീക്വൻസി ആയിരുന്നാലും ശരി, ലോ ഫ്രീക്വൻസി ആയിരുന്നാലും ശരി, മിഡും നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലേക്ക് എടുക്കണം, നമ്മൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്ക് അറിയണമായിരുന്നു. യഥാർത്ഥമായിട്ട് ഞാൻ പറയാൻ പോയാൽ ഈ പാട്ട് എന്തിനാണ് കേൾക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ടത്? നമ്മുടെ എന്താ പറയുക, ഇപ്പം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു
സംതൃപ്തി. യഥാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ നിങ്ങൾ ഒരു 5 പാട്ട് കേൾക്കുക, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു പാട്ട് കേൾക്കുക, നിങ്ങളെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറക്കുവയ്ക്കും. തീർച്ചയായിട്ടും നിങ്ങൾ മറന്നു പോകും, നിങ്ങൾ യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചും എല്ലാത്തിലും ഫ്രഷപ്പ് ആയി വരും. ഈവൻ അത് ഒരു സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, ഒരു ഇതാവട്ടെ, എല്ലാത്തിലും സംഗീതം എന്നുള്ളത്, മ്യൂസിക് എന്നുള്ളത് വളരെ സംഗീതം എന്ന് പറയുന്നത് അതൊരു കടലാണ്. അതെ. പക്ഷെ ഈ സംഗീതത്തിന് ആശ്രയിക്കണം. കാരണം ഇപ്പം എനിക്ക് 44-45 വയസ്സാവുന്നുണ്ട്. എൻ്റെ ഏജിന് കണക്കായിട്ടുള്ള ഹിയറിംഗ് ലോസസ് ഇരിക്കും. പക്ഷേ ഈ പ്രായങ്ങളിലേക്ക് നമ്മൾ കേൾക്കുന്നത് നല്ല എല്ലാ മ്യൂസിക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ പറ്റും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇതിലേക്ക് പല മ്യൂസിക്കും പല ഇൻസ്ട്രുമെൻസും കേൾക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവും. എൻ്റെ കാലം നമ്മളെല്ലാം നോർമലി വോക്കൽ ഇതേപോലുള്ള കാര്യങ്ങളിലാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം നമ്മുടെ ലോ ഫ്രീക്വൻസി ബേസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഈവൻ പല കമ്പനീസും ഈ ഹെഡ്സെറ്റുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ബേസ് എംഫസൈസ് ചെയ്തതാണ്. കൂടുതലും ബേസ് ഓവർ പവർ ചെയ്യുന്ന, അതായത് പഞ്ചിയായിട്ടുള്ള ബേസ് അല്ല, ഭൂമി ബേസ് ആണ് കിട്ടുന്നത്. അപ്പൊ മറ്റുള്ള ഫ്രീക്വൻസി പറഞ്ഞ സാർ വോക്കൽസ് എല്ലാം മടിയായി പോവാണ്. അപ്പോൾ ചെറുപ്പക്കാര് അത് ആക്ച്വലി അത് ഭയങ്കര രസമാണെന്ന് ധരിക്കുകയും ആ ഒരു ഫിഡിലിറ്റി റേഞ്ചിലോട്ടേക്ക് വരാതെ അത് നഷ്ടപ്പെടുത്തി പിന്നെ അങ്ങോട്ടേക്ക് ആ ഒരു യാത്ര തുടങ്ങാതെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഹെഡ്ഫോണിൽ കേൾക്കുന്നതിനും സാധാ ഹൈഫൈ സിസ്റ്റത്തിൽ കേൾക്കുന്നതിനും വളരെ ഡിഫറൻ്റ് ആണ്. ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യും. നമ്മൾ ആദ്യത്തേതെന്ന് പറയുന്നത് സോഴ്സ് വന്ന് നന്നായിരിക്കണം. നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ പുതുപ്പിക്കുന്നുണ്ട്, അന്നത്തെ കാലത്ത് നിങ്ങൾ ഇപ്പം വൈനൈൽ പ്ലെയർ എന്ന് ഇരിക്കുന്ന റെക്കോർഡ് പ്ലെയർ, നമ്മളുടെ കാലം എന്ന് പറയുന്നത് വലിയ കാലം അല്ലെങ്കിലും ഈ ആദ്യം ഈ കല്യാണ വീടെല്ലാം വരുമ്പം ഈ റെക്കോർഡ് പ്ലെയർ LP 78 RPM അല്ല, 33 RPM അല്ലെങ്കിൽ 45 RPMൻ്റെ LP റെക്കോർഡ്സ് ആണ്, ലോങ് പ്ലേ EP ഇതേപോലുള്ളതാണ് യൂസ് ചെയ്ത് വെച്ചിരുന്നത്. അതിൻ്റെ അടുത്തതെന്ന് പറയുന്നത് കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് റീൽ ടു റീൽ വന്ന് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റീൽ ടു റീലിനെ മിനിയേച്ചറാക്കി അത് വന്ന് ടാപ്പായിട്ട് കേസറ്റ് ആയിട്ട് വന്ന് ഈ കേസറ്റിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജേണി പോയത്. ഒരു കുറച്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഡിജിറ്റലിലേക്ക് മാറിയത്. ഡിജിറ്റൽ എന്ന് വെച്ചാൽ അന്ന് എനിക്ക് അറിയുന്നതെന്ന് പറയുന്നത് MP3 മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ കംപ്രസ്ഡ് വേർഷൻ, അതൊന്നും നമുക്ക് അന്ന് അറിയത്തില്ല, ചെറിയ കാലത്തിലേക്കൊന്നും അറിയത്തില്ല. LP ഒരു പെൻ ഡ്രൈവ് വയ്ക്കും, അല്ലെങ്കിൽ ഒരു DVD ഇടും, അല്ലെങ്കിൽ ഒരു CD ഇടും, ഇട്ട് വരും. അതിൽ MP3 ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഒരു 5 MB ഇരിക്കും. പക്ഷേ നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വ്യത്യസ്ത ആൾക്കാരുടെ അടുത്ത് പരിചയപ്പെട്ട് ഇതിലേക്കുള്ള നമുക്ക് അറിവ് വന്ന് വളരെ നിങ്ങൾ SH ഡിജിറ്റൽ മീഡിയയിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഏതാണെന്നുള്ളത് ഒவ்வொரு കാര്യവും നമുക്ക് എക്സ്പീരിയൻസ് പ്രകാരമാണ് കിട്ടിയത്. അപ്പോഴാണ് അറിയുന്നത് ഓഡിയോ ഫയൽ എന്ന് പറയുന്നത് വെറും വോക്കലിലല്ല, അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലല്ല, എല്ലാം ചേർന്നതാണ്. അത് ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ ഈ ഫയൽസ് എടുത്താൽ പോലും സോഴ്സസ്, ഫ്ലാക്ക്, വേവ്, അലാക്ക്, നെക്സ്റ്റ് വന്ന് ഇപ്പം DSD, അടുത്തത് DSD കഴിഞ്ഞ് DSF, ഇതെല്ലാം ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എല്ലാം വരുമ്പം ഒவ்வொரு ഫയൽസും ഒരു പാട്ടെന്ന് പറയുന്നതിലേക്ക് DSD പോയാൽ 370 MB 400 MB വരേക്കും ഇരിക്കുന്നുണ്ട്. അറൗണ്ട് 1 GB ഇരിക്കുന്ന ഫയൽസും ഉണ്ട്. അപ്പം അത് എത്രയും മാത്രം ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഹൈഫൈ സിസ്റ്റം വയ്ക്കുമ്പം എന്ത് വരുന്നെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പം ഈ ഇമേജ് കിട്ടും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരാൾ വോക്കൽ പാടുമ്പം സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് നിന്ന് പാടിയതുപോലെ ഇരിക്കണം. സൗണ്ട് സ്റ്റേജ്, ഡയനാമിക്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പോലെ എല്ലാ ഡെപ്ത് ഇതെല്ലാം ഫീൽ ആകുന്നതിന് വേണ്ടി വരുന്നതാണ്. സാർ, നമുക്ക് രണ്ടുപേർക്കും അറിയാം ഈ ഒരു ഹൈഫൈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള
ഒരു അനുഭൂതി. ഉം. പക്ഷെ കുറെ പേർക്ക് ഇനിയും ഇത് മനസ്സിലാവാനുണ്ട്. അവരെല്ലാം കരുതുന്ന ഈവൺ അവരുടെ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയേക്കുന്ന കൺസൾട്ടേഷൻ ആവാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസിന്റെ പ്രശ്നങ്ങളാവാം. ഉം. അവരെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു സ്പീക്കർ. എന്തിനാണ് ഇതെല്ലാം എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഒരു ടി വി സ്പീക്കർ പോരെ, ഒരു സൗണ്ട് ബാർ പോരെ, അല്ലെങ്കിൽ അതെ അതെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ലെഫ്റ്റും റൈറ്റും വെച്ച് അത് കേട്ടാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമാണ്. ശരിയാണ്, അവരുടെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകൾ ഇനിയുണ്ട്, അല്ലെങ്കിൽ ആക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് എന്താണ് പറയാനുള്ളത്? ഈ നമുക്ക് എത്ര ഇയർ ആണുള്ളത്? 2 ഇയർ അല്ലേ? ഈ മിഡിലേക്ക് വരേണ്ടതാണ് ഇമേജ്. ശരിയാ. അതെ. നമുക്ക് അതേപോലെ ലെഫ്റ്റ് റൈറ്റ് രണ്ടിനും ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും വേണം. എന്നാലേ ഒരു ലിസണിങ്ങിലേക്ക് ഫുൾഫിൽ ആവും. നിങ്ങളിപ്പോൾ ബ്ലൂടൂത്തിൻ്റെ കഥ പറഞ്ഞല്ലോ. അതെ. നമ്മൾ ഒരു കിച്ചണിലേക്ക് ഒരു ലേഡി വന്ന് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് ശരിയാ. അപ്പം നമുക്ക് ഒരു ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് അവിടെ വന്ന് ഒയാസാ അല്ലെങ്കിൽ മറ്റേ പവർ വയറാ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോയി യൂസ് ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്തിലേക്ക് ജസ്റ്റ് ബോറടിപ്പിക്ക് മാറുന്നതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ആശ്രയിച്ച് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈ സെറ്റപ്പിലേ പോയാലേ നിങ്ങൾക്ക് നല്ല പോലെ ഡീറ്റെയിലിംഗ് കിട്ടും. അതല്ലാതെ വേഗമായിട്ട് പോവാം. സാധാ ഇപ്പം പറഞ്ഞല്ലോ, ഹോം തിയേറ്ററിലും നിങ്ങൾക്ക് വന്ന് പാട്ട് കേൾക്കാം. പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് കിട്ടത്തില്ല. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് സറൗണ്ട് സൗണ്ട് മ്യൂസിക് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയാ 2 ചാനലാണ് എപ്പോഴും മ്യൂസിക്കിന്. വീഡിയോ നോക്കുമ്പം നിങ്ങൾ വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യുമ്പം സറൗണ്ടിങ് ഇത് നോക്കുക. അതല്ലാതെ മ്യൂസിക് ലിസണിങ്ങിന് 2 ചാനൽ ലെഫ്റ്റ് റൈറ്റ് രണ്ടും ഇരുന്നാല് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് കിട്ടും. അതെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ 2 ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ ഒരു അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഒരു അതിന്റെ മാക്സിമം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ സബ് വൂഫറും കൂടെ ആഡ് ചെയ്യാം എന്നുള്ളത് പറയുന്നത്. സാറിന് അത് എങ്ങനെയാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് നമ്മൾ പറയും ആഡിയോ ഫയലിലേക്ക് സബ് വൂഫർ ആഡ് ചെയ്യരുതെന്ന്. ഞാനും ആ കോൺസെപ്റ്റിലേക്ക് ഒതുങ്ങി വന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ പിന്നും എക്സ്പീരിയൻസിലേക്ക് പോയിരുന്ന് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ റെല്ലാണ്. റെല്ലിൻ്റെ T9X എന്നൊരു സബ് വൂഫർ 10 ഇഞ്ചിൻ്റെ ഡ്രൈവാണ്. ഞാൻ 2 ലെഫ്റ്റും റൈറ്റും ഞാൻ യൂസ് ചെയ്തിരുന്നത്. ലെഫ്റ്റും റൈറ്റും സാർ വെച്ചിട്ടുണ്ട്. ഞാൻ 2. പക്ഷെ ചില ആളുകള് കണക്ഷൻ ഇതാണ്, അതായത് അവർ LFE ആയിട്ട് ഒരു ചാനൽ വെച്ച് കൊടുക്കും. അത് ചെയ്യാൻ പാടില്ല. സ്റ്റീരിയോ ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ആദ്യം റെല്ലാണ് വെച്ചിരുന്നത്. റെല്ലിൻ്റെ T9X. ഈ T9X വന്ന് ഞാൻ ഫ്ലോർ സ്റ്റാൻഡിൽ വയ്ക്കുന്നത് കൊണ്ട് ഞാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി വന്ന് ഒരു 58 ഹെഡ്സ്. അതായത് ആ സ്പീക്കറിന്റെ കട്ട് ഓഫ് എത്രയാണോ ഒരു ഇതാണ് അതിന്റെ. എൻ്റെ സ്പീക്കർ നിയർലി ഒരു 40-42 ഹെഡ്സ് വരയ്ക്കും എടുക്കുന്നത്. ഞാൻ അതുകൊണ്ട് 58ന്റെ അടുത്ത് വെച്ച് കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ച് അതിന്റെ ലോവർ ആയിട്ട് നമുക്ക് ലോ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയാണ്, ഡീപ്പ് ബേസ് കിട്ടാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ഇലക്ട്രിക് ഇരിക്കുന്നതല്ലേ, ഇലക്ട്രിക്കിലേക്ക് ജനറേറ്ററിലേക്ക് പോകുമ്പം ഒരു ഗിറ്റാർ സ്ട്രിങ്ങിലേക്ക് ഇങ്ങനെ ടക്കെന്ന് അടിച്ചാൽ ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ആവണമെങ്കിൽ അത് ഈ ലോ ഫ്രീക്വൻസിക്ക് ദർ ഈസ് നോ ഡയറക്ഷൻ. സോ മെനി ഡയറക്ഷൻ ആണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം വിച്ച് വൺ ഈസ് ദ സൂട്ടബിൾ പാർട്ട് എന്ന്. നിങ്ങൾക്ക് വേറെ ഒന്നും അറിയാമോ? ഒவ்வொரு സ്പീക്കറും പ്ലേസ്മെന്റ് ഇമ്പോർട്ടൻ്റ് അറിയാലോ. തീർച്ചയായിട്ടും. ഈ സ്പീക്കറിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിലേക്ക് റോൾ ആവുന്നത്. അതെ, ഈവൺ അക്കോസ്റ്റിക്സ് പാനൽസിന്റെ പ്ലേസ്മെന്റും പൊസിഷൻ റിഫ്ലക്ഷൻ. നിങ്ങൾ ഈ അക്കോസ്റ്റിക്കിൻ്റെ പറഞ്ഞില്ല, ഞാൻ മുമ്പ് യൂസ് ചെയ്തത്. എനിക്ക് അക്കോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയത്തില്ല. നിങ്ങളുടെ സെന്ററിൽ വന്നപ്പോഴാണ്, SH വന്നപ്പോഴാണ് അക്കോസ്റ്റിക് എന്ന് വെച്ചാൽ എന്തെന്ന് മനസ്സിലായത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഒരു റൂമില് ഒരു റിവർബറേഷൻ ടൈം ഉണ്ടല്ലോ. ആ റിവർബറേഷൻ ടൈം, അതായത് എക്കോ, ഇത് കൂടുമ്പോഴാണ് നമുക്ക് മറ്റുള്ള ഫ്രീക്വൻസി കേൾക്കാൻ പറ്റാത്തതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്പീക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തന്നെ റീപ്രൊഡക്ഷൻ ആണ്. അല്ല, അത് ശരിയാണ്. കാരണം എന്ന് പറയുന്നത്
ഞാൻ വന്ന് വീട്ടിലേക്ക് ഒരു റൂമിൽ അക്വാസ്റ്റിക്സാ ചുമ്മാ കൊണ്ട് ഒന്നും ഇല്ലാതെ ഞാൻ മുമ്പ് എനിക്ക് പരിചയത്തിന് നിങ്ങളെല്ലാം പരിചയമാ അല്ലെങ്കിൽ വേറെ ഒരു എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതാണ് ചുമ്മാ കൊണ്ടുവച്ചത്. അത് റിവേർബ് വന്ന് നമ്മൾ തിരിച്ച് ബുദ്ധിമുട്ടായിട്ട് ആയതിനു ശേഷമാണ് അക്വാസ്റ്റിക്സ് യൂസ് അതെ, അത് എത്ര കോസ്റ്റ്ലി സ്പീക്കർ ആണ് എന്താണെന്ന് പറഞ്ഞാലും കാര്യമില്ല. അക്വാസ്റ്റിക്സിൽ കൺട്രോൾ, അത് റിവർബറേഷൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ക്രോർ ബൈ ക്രോർ ആയിട്ട് സ്പെൻഡ് ചെയ്ത് സിസ്റ്റം വാങ്ങിച്ചാൽ അവിടെ ഇതാണ് മെയിൻ. അവിടെയുള്ള ഒരു ഗുണമാണ് ഹെഡ്ഫോൺസിന് അക്കോസ്റ്റിക്സ് വേണ്ട. പക്ഷേ ഹെഡ്ഫോൺസ് എന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസും ഹൈഫൈ എക്സ്പീരിയൻസും ഭയങ്കര വലുതാണ്. പക്ഷെ ആളുകൾ കൂടുതലും യൂത്ത് അല്ല നിങ്ങൾ ഇപ്പം ഒരു എക്സസൈസിന് പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാവലിലേക്ക് ഇരിക്കുന്നു, മീൻസ് ബസ് യാത്രയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ഈ ഹെഡ്ഫോൺ എന്ന് പറയുന്ന അടുത്ത ആളെ ശല്യം ചെയ്യാതെ കേൾക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്, അല്ലെങ്കിൽ ഒരു സ്പീക്കറാണ്. അല്ലാതെ ഹെഡ്ഫോണിൽ നിന്ന് നിങ്ങൾ ഫുൾ ഡീറ്റെയിലിംഗ് കിട്ടുമോയെന്ന് വെച്ചാൽ കിട്ടത്തില്ല. അത് വന്ന് നിങ്ങൾ ഒരു കോമ്പാക്റ്റബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതും ഒരു ട്രാവൽ ഇതേപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനാണ്. അത് നിങ്ങൾ എത്രയോ എക്സ്പീരിയൻസ് ചെയ്തതല്ല. അതെ, മനസ്സിലാവാൻ പറ്റും. അതെ, ഇപ്പൊ ഈ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഈ DJ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ മിക്സിംഗ് മാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ ഹെഡ്ഫോൺ, അത് കാരണം അക്കോസ്റ്റിക്സിലി അവർക്ക് വലിയ കാര്യങ്ങളായിട്ട് ചെയ്യേണ്ട, ഒരു അക്കോസ്റ്റിക്സ് ചെയ്യാത്ത റൂമിലും മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനൊക്കെ ഹൈഫൈ സിസ്റ്റത്തിൽ അക്വാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമാണ്. അതേപോലെ വേറെ ഒരു ഡിഫറെന്റ് വീഡിയോ മീൻസ് ഹോം തിയേറ്ററിനും ഹൈഫൈ സിസ്റ്റത്തിനുള്ള അക്വാസ്റ്റിക് ഡിഫറെന്റ് ആണ്. അതായത് തീർച്ചയായിട്ടും പ്രൈവറ്റ് സിനിമ അല്ലെങ്കിൽ ഹോം തിയേറ്ററിന്റെ റിവർബറേഷൻ ചെയ്യുന്നത് 0.3 to 0.4 സെക്കൻഡ് ആണ്. മ്യൂസിക്കിന് മ്യൂസിക്കിന് റിവർബറേഷൻ ടൈം 0.3 to 0.4 അല്ല. പക്ഷെ അതുകൊണ്ടാണ് ഒരു ഡെഡിക്കേറ്റഡ് സിനിമയിൽ മ്യൂസിക് റൂം ആക്കുക, കാരണം അവിടെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. നമ്മുടെ ഹൈഫൈ റൂമിന് കൂടുതൽ, ഹോം തിയേറ്ററിൽ വന്ന് അബ്സോർപ്ഷൻ കൂടുതലാണ്, ഡിഫ്യൂഷൻ കുറവ്. പക്ഷെ ഇവിടെ വന്ന് ഹൈഫൈ സിസ്റ്റത്തിലേക്ക് നേരെ റിവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈഫൈ പാട്ട് കേൾക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് റൂം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രീ ആംബും സെപ്പറേറ്റ്സും അല്ലെങ്കിൽ അതെല്ലാം അതൊരു വേറെ ഡിവിഷനാണ്. നമ്മൾ ഒരു റൂം എടുത്താൽ അതിൽ ലിസണിങ് റൂം എന്ന് പറഞ്ഞാൽ ചുമ്മാ വച്ചുകൊണ്ട് 2 പാനലും എടുത്ത് വയ്ക്കുന്നതല്ല. അതിലേക്ക് സ്പോട്ട് എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, സ്വീറ്റ് സ്പോട്ട് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം, എവിടെയാണ് റിഫ്ലക്ഷൻ വരുന്നതെന്ന്. അല്ലേ, നിങ്ങളെ വളരെ വെൽ എക്സ്പീരിയൻസ് പേഴ്സൺ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരാം, എന്നാലും ഞാൻ പറയുന്നതാണ്. അപ്പം നമ്മൾ ഈ സ്പീക്കറിൻ്റെ പൊസിഷനും സ്പീക്കറിൻ്റെ ടോയിങ് എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിൽ സ്ലൈഡിങ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒവ്വൊന്നും അതേപോലെ ഫ്ലോർ, ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോർ ആണ്, ടീ ഗുഡിലാണ് വുഡൻ ഫ്ലോർ. ഈ ഫ്ലോർ കാർപ്പറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ആൾ വന്നാൽ എന്ത് പറയും, നിങ്ങൾ അറൗണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അല്ലെ ചെറിയ നോളജ് തന്നെ ഇരിക്കുന്നത്, നിങ്ങൾ ഇത് നോക്കിയാൽ എന്ത് വിചാരിക്കും, ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത് പിന്നെ എന്തിനാണ് കാർപ്പറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മള് ഈ ഫ്ലോറിൽ റിഫ്ലക്ഷൻ ഭയങ്കര റിഫ്ലക്ഷൻ ആണ്. ഫസ്റ്റ് റിഫ്ലക്ഷൻ പോയിന്റ് എപ്പോഴും അബ്സോർപ്ഷൻ പാനൽസ് കൊണ്ടുവന്ന്, കാരണം അത് റിഫ്ലക്ഷൻ കുറച്ച് നമുക്ക് എടുത്താൽ മാത്രമാണ് ഇമേജും കറക്റ്റ് ആവത്തുള്ളൂ. ഇത് ഈ ലിസണിങ് റൂം സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു കടലാണ്. അതിനെ നമ്മൾ ഒരു ഘടകമായിട്ട് ഈ തിയറിറ്റിക്കലെ കൊണ്ട് ഇവിടെ ഇമ്പോസ് ചെയ്താൽ വിച്ച് ഈസ് നോട്ട് പോസിബിൾ തിങ്. പക്ഷെ നമ്മൾ ഒന്നായിട്ട് കേട്ടറിവിൽ ഇതാവും. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് തന്നെ, അതായത് ഈ ഒരു സിസ്റ്റം, അതായത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് വാങ്ങിച്ചു വെച്ച് മനസ്സിലായിക്കൊള്ളണമെന്നല്ല, ഇത് ഒരു യാത്ര തന്നെയാണ്. അത് ഒരു ചെറിയൊരു ബുക്ക് ഷെൽഫ് വെച്ച് തുടങ്ങാം, നമ്മളൊരു ഇന്റഗ്രേഷൻ വെച്ച് തുടങ്ങി അതൊരു നെക്സ്റ്റ് ഇപ്പൊ സാറിന്റെ ഫേസ് പോലെ ഒരു സ്റ്റേജ്, അപ്പോഴാണ് നമുക്കിത് അതൊരു അരമണിക്കൂർ കേട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം വെച്ച് നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മളത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വലിയൊരു അനുഭൂതി, വലിയൊരു ലോകത്തിലോട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യൂവേഴ്സിന്റെ സൈഡിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് സാറ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് ഏതൊരു സിസ്റ്റത്തിലൂടെ വേണം തുടങ്ങേണ്ടത്? അല്ല, ആദ്യം നിങ്ങൾ ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കർ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഒരു മിനിമലായിട്ടിരിക്കുന്ന ഒരു ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കർ എടുക്കുക, ഒരു ഇൻ്റഗ്രേറ്റഡ് ആംബ് സേ അറൗണ്ട് 50 വാട്ട്സ് ആയിരുന്നാലും എടുത്ത് വയ്ക്കുക. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്
ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യം പോകുന്നത് ഇപ്പോഴത്തെ ആൾക്കാരിന് വിചാരം എന്ന് പറയുന്നത് വലിയ വലിയ എക്സ്പെൻസീവ് ഐറ്റംസിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്നല്ല ചെറിയ ഒരു സെറ്റപ്പിൽ നിന്ന് തുടങ്ങണം. നമ്മൾ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തേ അടുത്ത മൂവ്മെന്റിലേക്ക് പോയാലേ നമുക്ക് എന്താണ് യഥാർത്ഥ മ്യൂസിക് എന്ന് അറിയാൻ പറ്റും. ഈ മ്യൂസിക് എന്ന് പറയുന്നത് കടലാണ്. ഈ കടലിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു അറ്റമും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ലിസൺ, ഇതിലേക്ക് ഞാൻ ഒന്ന് പറയാനുള്ളത്, ഈ ചെറിയ സെറ്റപ്പായിരുന്നാലും നിങ്ങൾ വയ്ക്കുമ്പം അതിൻ്റെ ക്വാളിറ്റി അതിലേക്ക് എന്താണ് എന്ന് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അതിൻ്റെ അടുത്തത് നിങ്ങൾ അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്ന ഒരു ഈ പ്രൊസീജിയറാണ്. ഇപ്പം ബുക്ക് ഷെൽഫ് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് അടുത്തത് വന്ന് ഒരു ടവർ, അത് ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കറിലേക്ക് പോവാം. ഈ ഒവ്വൊന്നും അതിൻ്റെ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്തത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആംബ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് അടുത്തത് മോണോ ബ്ലോക്ക് ആയിട്ട് മാറ്റാം, തനിയായിട്ട് മാറ്റാം. അതിൻ്റെ അടുത്തത് എന്താണ്, അസസറീസ്, കേബിൾസ്, ഇതെല്ലാം നിങ്ങൾ ഇനി അപ്ഗ്രേഡേഷനിൽ നമുക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലിസൺ, ഒന്നും മട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എടുത്ത ഉടനെ നമുക്ക് ഈ ഡീറ്റെയിലിംഗ് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടത്തില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് ഇതിലേക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഫസ്റ്റിലേ പോയാൽ വലിയ വ്യത്യാസമൊന്നും നിങ്ങളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്നെ കൊണ്ടും പറ്റത്തില്ല. ഞാൻ വലിയ എക്സ്പെർട്ടൈസ്ഡ് പേഴ്സൺ അല്ല. ഇരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഞാനിപ്പോൾ ഒരു ലിസണറായിട്ട് മാറിയിട്ടുണ്ട്. സാറിൻ്റെ ഇപ്പോൾ ജേണി സാർ പറഞ്ഞു കഴിഞ്ഞു. ഒരു തുടക്കത്തിലെ ഒരു സ്റ്റേജ്, ഒരു മിഡിൽ സ്റ്റേജ്, പിന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഏകദേശം സാർ ഒരു 40 ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു സാർ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതൊരു വേർത്താണോ? എന്താണ് സാറിന് പറയാനുള്ളത്? എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഒരു സിസ്റ്റം വാങ്ങിക്കാൻ പോലും എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥയായിട്ടിരുന്നു. നമ്മൾ ഇതിലേക്ക് ഇത്രയും സ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ തൃപ്തിയാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാർ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ കാർ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ കാർ വാങ്ങിക്കുമ്പം കാറിൻ്റെ ഒരു പർപ്പസ് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഫസ്റ്റ് അറൗണ്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം പോകുന്നുണ്ടല്ലേ? അപ്പം ഈ എക്സ്പെൻസീവ് കാസിനും സാധാ കാസിനും ഉള്ള ഡിഫറൻറ്റ് എന്നാണ് പറയും. അതെ, തീർച്ചയായിട്ടും. അതായത് യാത്ര ചെയ്യുക എന്നുള്ളതാണ് കാറിന്റെ പർപ്പസ്. പക്ഷേ നമുക്ക് ഈ എക്സ്പെൻസീവ് കാസിലേക്ക് പോകുന്ന നല്ല എന്താ പറയാ, നല്ല കംഫർട്ടായി, നമുക്ക് നമ്മുടെ അതെ, ഇത്രയേ ഉള്ളൂ ഡിഫറൻറ്റ്. അതെ, അതായത് സാധാ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് ചെയ്തതിന് പ്രകാരമുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടും. ജീവിതം ഒന്നല്ലേ? അതെ. നമ്മളുടെ അടുത്ത് ജീവിതം ഒന്നെന്ന് പറയുമ്പം നമ്മൾ ഇരിക്കുന്ന സമയങ്ങളിലേക്ക് ആശ്രയിക്കണം. നാളെ എനിക്ക് 55-60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഹിയർ ലോസും എൻ്റെ ഏജിന് ഡിപ്പെൻഡ് ചെയ്ത് ഹിയർ ലോസും അതിനുശേഷം നമ്മൾ വലിയ സിസ്റ്റമാ ഇല്ലെങ്കിൽ വേറെ വെച്ചാൽ എന്തെങ്കിലും കാശ് കൂട്ടി വെച്ച് അവസാന നിമിഷം വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ആവശ്യമുള്ളത് നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതിനു വേണ്ടി ഓവറായിട്ട് അതും ഇതും ലോണ് അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മലയാളത്തിലൊരു കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ഒതുങ്ങുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ട് നിങ്ങളും ആശ്രയിക്കണം. നിങ്ങളുടെ സേവിങ്ങിൽ 100 രൂപ ഏൺ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 30 രൂപയെങ്കിലും ചിലവാക്കണം. തീർച്ചയായിട്ടും. ഒരു ബാക്കി 50 രൂപ സേവ് ചെയ്ത് വെച്ചിരിക്കണം. എന്തിനെന്നറിയാം? ഫ്യൂച്ചറിന് വേണ്ടി. അപ്പം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്, ഇപ്പൊ സാറ് വന്ന പോലെ ഞാൻ ഇതിനകത്തേക്ക് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാക്ക് എന്നുള്ള ഒരു ഫയലിനെ കേട്ടിട്ടാണ് ഞാൻ അത് എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇത്ര ഒരു 5 MB ഉള്ള MP3 ഒരു 45 MB ഉള്ള സെയിം പാട്ടിന് ഇത്ര ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഫ്ലാക്കിനെ കുറിച്ച് അറിഞ്ഞത്. അത് കേൾക്കാൻ ഇടയായത് ഒരു ഡാക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഹെഡ്ഫോൺ, ഒരു ഓഡിയോ ടെക്നിക്കൽ ഒരു ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് കേൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പിന്നീട് നമുക്ക് തിരിച്ച് MP3 പോകാൻ പറ്റാത്തൊരു ഇല്ല. സാധാ മൊബൈൽ ഫോണിൽ നിന്ന് ഹെഡ്ഫോണ് നോർമലി കണക്ട് ചെയ്ത് എടുക്കും. അതേ ഇത്
അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഡാക്ക് യൂസ് ചെയ്ത് നിങ്ങൾ ഹെഡ്ഫോണിനെ കണക്ട് ചെയ്ത് നോക്കി. ഈ ഹെഡ്ഫോൺ ഡാക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വ്യത്യാസമല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ല? തീർച്ചയായും. അപ്പൊ ഇതേപോലെ തന്നെ ഒவ்வொரு പെറിഫറൽസ് അല്ലെങ്കിൽ ഒவ்வொரு ഗാഡ്ജറ്റ് ആഡ് ചെയ്യുമ്പം അതിന്റെ എക്സ്പീരിയൻസ് വൈഡലായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ലിസണിങ് എക്സ്പീരിയൻസ് വ്യത്യാസമാണ്. പിന്നെ നിങ്ങൾ പവർ സോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ വോൾട്ടേജ് കറണ്ടും ചേർന്ന് വരുന്നതാണ് പവർ സോഴ്സ്. ഈ പവർ സോഴ്സ് വന്ന് ഔട്ട്പുട്ട് എടുത്ത് ആംബിൽ ഇൻപുട്ട് കൊടുക്കുന്നത് പോലും നല്ല വയറേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനും എക്സ്പെൻസീവ് ആയിട്ടുള്ള കേബിൾസ് ഉണ്ട്, മീഡിയം റേഞ്ചിലുള്ളത്. അതിൽ പോലും നമ്മുടെ മ്യൂസിക്കിലേക്കുള്ള ഈ ക്വാളിറ്റി എഫക്റ്റ് ആവും. തീർച്ചയായിട്ടും. സ്പീക്കർ കേബിൾസ് ഈവൻ ഒരു HDMI കേബിള് നമ്മളിപ്പോ 2000 റുപ്പീസിന്റെ HDMI കേബിളും ഉണ്ട്, 1,05,000 റുപ്പീസിന്റെ HDMI കേബിൾ ഉണ്ട്, സെയിം ലെങ്ത്. ഈവൻ ഇപ്പൊ കസ്റ്റമർ ആയതും ഓക്കെ എന്തിനാണ് അതിന്റെ ആവശ്യമില്ലല്ലോ, പക്ഷെ അതിനകത്തുള്ള ഗുണങ്ങൾ, സ്പീഡ്, ലേറ്റൻസി, ഇതൊന്നും നമുക്ക് ഇവിടെ. അപ്പൊ അത് എന്താ പറയാ, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുക്കുക, അല്ലെങ്കിൽ അത് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ സ്പീക്കർ വയർ യൂസ് ചെയ്യുന്നത് ഇത് എല്ലാത്തിനും ഉണ്ട്. ലക്ഷക്കണക്കിലേക്കുള്ള സ്പീക്കർ വയേഴ്സ് നിങ്ങൾ ഇവിടെ കണ്ടല്ലേ? എന്ത് സ്പീക്കർ വയർ ആയിട്ട് ഈ സ്പീക്കർ വയർ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും ഈ നമ്മുടെ ഈ ഡീറ്റെയിലിങ്ങിന്റെ ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട്. കാരണം ആ മാത്രം നമ്മൾ ഇത്രയും ക്രിട്ടിക്കൽ ലിസണിങ് ചെയ്യുമ്പം ഇതേപോലുള്ള അസസറീസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ ഈ XLR കേബിൾസ് യൂസ് ചെയ്യുമ്പം XLR നോർമലും ഉണ്ട്, ഹൈയും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, അതിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സാർ, ഈ ലിസണിങ് റൂമില് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മെക്കിൻടോഷ് സെപ്പറേറ്റ്സ് പ്ലസ് സോണസ് ഫൈബർ ആണ്. ഈ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാൻ വന്ന് ലിസണിങ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ മെക്കന്തോഷിൻ്റെ കൂടെ ആപ്റ്റായിട്ട് ഈ സോനൂസ് ഫേബർ കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഹൈസ് എല്ലാം എനിക്ക് ഇമ്പ്രസീവ് ആയിരുന്നു. ഞാൻ ഡൽഹിയിൽ പോയി ലിസൺ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്, SH വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ഹൈദരാബാദ് പോയിട്ടുമുണ്ട്. ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയി ഒவ்வொரு സ്ഥലവും ലിസൺ ചെയ്ത് വ്യത്യസ്ത സ്പീക്കറുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ചിലുള്ള സ്പീക്കറാണ്. ഇതിൻ്റെ ഹൈസ് ഉണ്ട്, ലില്യം, അമേറ്റി സീരീസ്, സെറ്റോറി സീരീസ്, ഈ സോനൂസ് ഫേബറിൽ തന്നെ ഇതേപോലുള്ള ഹയർ സീരീസ് എല്ലാം ഞാൻ ഞാൻ ലിസൺ ചെയ്തപ്പം ഈ സോനൂസ് ഫേബർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഹൈസും ഇതും ഭയങ്കര പ്ലീസിങ് ആണ്, അഗ്രസീവ് അല്ല, എല്ലാം കൺട്രോൾഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, ഭയങ്കര ഒരു പ്ലീസിങ് ആയിട്ട് ഇത് ചെയ്യുമായിരുന്നു. അതേപോലെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ വൈനിൽ റെക്കോർഡ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഇളയരാജയുടെ നല്ല റെക്കോർഡ്സ് വന്ന് ഏകദേശം ഒരു 280 ടൈറ്റിൽസിൻ്റെ മുകളിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഈ വൈനിൽ എല്ലാം ഇടുമ്പം വളരെ പ്ലീസിങ് ആയിട്ടിരിക്കും ഈ ഹൈസ്. എസ്പെഷ്യലി ഇതിൻ്റെ ഹൈസാണ് ഇമ്പോർട്ടൻറ്റ്. മെക്കന്തോഷിന് കറക്റ്റ് സൂട്ടബിൾ ആണ്, കറക്റ്റ് മാച്ചിങ് ആണ്, കറക്റ്റ് മാച്ചബിൾ. നമ്മുടെ അവിടെ ഓഫീസിലും നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ ചെയ്തേക്കുന്നത് സോണസ് ഫൈബർ, ഒളിമ്പിക്കാന 3 പ്ലസ് മെക്കിൻടോഷിന്റെ ട്യൂബ് പ്രീആംബ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, വ്യത്യാസമുണ്ട്, നല്ല മാച്ച്. അത് കാരണം എന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവണം എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമാണല്ലോ. അതായത് ആർട്ടിക്കിൾ വായിച്ചോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നും അല്ല ഇതാക്കേണ്ടത്. പിന്നെ ഇതിൽ എല്ലാ ഘടകങ്ങളും നമ്മൾ നോക്കണം. ഈ 2 സാധനങ്ങളല്ല, അതിന്റെ അസസറീസ്, വയർ, സ്പീക്കർ വയർ, ഇന്റർ കണക്ടേഴ്സ്, അതിനുശേഷം ഈവൻതോ സ്ട്രീമിങ്ങിന് വരുമ്പം പോലും ഈ ക്യൂബസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യൂബസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളും ക്യൂബസ് തന്നെ ക്യൂബസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡിലേ പോലും വരാത്ത അളവിലേക്കുള്ള ഓഡിയോ ഫയൽ സപ്പോർട്ടഡ് CAT6 കേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒവ്വൊന്നും എല്ലാം ഒരു ഘടകമായി സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ലാഗിങ് ആയാൽ നമുക്ക് കറക്റ്റ് ഒരു ഫെഡിലിറ്റി കിട്ടത്തില്ല. മ്യൂസിക് എന്ന് പറയുന്നത് ഹൈ ഫെഡിലിറ്റി കിട്ടേണ്ടതാണ്.
ഞാൻ സ്പീക്കർ വന്ന് യൂസ് ചെയ്യുന്നത് ഫ്ലോ സ്റ്റാൻഡിങ്ങിൻ്റെത് സോനൂസ് ഫേബർ സൊനാട്ട 8. ആംപ്ലിഫയർ സെക്ഷനിലേക്ക് പോയാൽ ആദ്യം പ്രീ ആണ്. പ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെക്കന്തോഷിൻ്റെ C2700 എന്ന് പറയുന്ന പ്രീ ആമ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ട്യൂബ് പ്രീ ആമ്പാണല്ലേ? ട്യൂബ് പ്രീ ആമ്പാണ്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം 2 മോണോ ബ്ലോക്ക് 600 വാട്ട്സ് ആണ് പെർ ചാനൽ. 8 ohms ആണോ 4 ohms? 8 ohmsലേക്ക് 600 വാട്ട്സ് ആണ്. 600 watts. അപ്പം ഇതിലേക്ക് വരുന്നത് മെക്കന്തോഷിൻ്റെ C611 എന്നാണ് ഇതിന്റെ മോഡലിന്റെ പേര്. ഇതില് ഒவ்வொരു സോളിഡ് സ്റ്റേറ്റ് ആമ്പാണ്. സോളിഡ് സ്റ്റേറ്റ് ആണ്. ക്ലാസ് AB ആണ്. ആമ്പ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഒരു പോപ്പുലർലി ഒരു 3 ടൈപ്പ് ഓഫ് ഇത് ആമ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്ലാസ് A, ക്ലാസ് AB, ക്ലാസ് D. നമുക്ക് ആഡിയോ ഫയലിന് ഏറ്റവും ഓപ്റ്റിമം എന്ന് പറയുന്നത് ക്ലാസ് AB ആണ്. ക്ലാസ് AB ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലാസ് AB ആണ്. മറ്റൊന്നുണ്ട് സാർ, എന്തുകൊണ്ട് ട്യൂബ് ആമ്പിലോട്ട് പോകാൻ എന്താണ്? അതായത് എനിക്ക് ഒരു സെറ്റപ്പ് ഓൾറെഡി ട്യൂബ് ആമ്പിലേക്ക് ക്ലാസിക്കലിന് വേണ്ടി സാറിന് ഞാൻ ക്ലാസിക്കൽ യൂസ് ചെയ്യുമ്പോൾ ക്ലാസിക്കലിലേക്ക് വേണ്ടി ട്യൂബ് ആമ്പ് ഈക്കോയുടെ ട്യൂബ് NE555SE എന്ന് പറയുന്ന KT88 ട്യൂബ് വെച്ച് യൂസ് ചെയ്യുന്നു. അതിൽ രണ്ട് ടൈപ്പിലേക്ക് യൂസ് ചെയ്യാം. ട്രയോഡും അൾട്രാ ലീനിയറും. ട്രയോഡ് എന്ന് പറയുന്നത് ക്ലാസ് എയും അൾട്രാ ലീനിയർ ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. അപ്പം അതിന്റെ പേര് സ്പീക്കർ എന്ന് പറയുന്നത് കെഫിന്റെ Q950. അത് യൂണിക് അറേ വെച്ചിട്ടുള്ളതാണ്. അതിൽ 91 dB എല്ലാം ഇരിക്കുന്നതുകൊണ്ട് സൂട്ടബിൾ ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പെയർ Q അക്കോസ്റ്റിക് 3030i വെച്ചിട്ടുണ്ട്. ഞാൻ ആൾറെഡി പറഞ്ഞല്ലേ, അത് ആ ഒരു ടൊണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമാണ്. അപ്പോൾ സാർ യൂസ് ചെയ്യുന്ന പ്രീ ആമ്പ് മെക്കിൻടോഷും പവർ ആമ്പുകളും മെക്കിൻടോഷ് തന്നെയാണ്. ഇനി സോഴ്സ് വന്ന് പറയാൻ പോയാൽ 2 സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് അനലാഗ് വൈനിലാണ്, വൈനൽ പ്ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫ്ലുവൻസ് എന്ന് പറയുന്ന ഫ്ലുവൻസിന്റെ വൈനൽ പ്ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ആഡിയോ ടെക്നിക്കായുടെ കാട്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. MM കാട്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിജിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് CD പ്ലെയർ, അത് ട്രാൻസ്പോർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. CD ട്രാൻസ്പോർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് DAC ഓൾറെഡി DAC 2 ആണ്, മോഡിഫൈഡ് വേർഷൻ ആണ്. മെക്കന്തോഷിന്റെ തന്നെ DAC അത് ഇൻബിൽറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു സുഖം എന്തിന് കഴിയണമെന്ന് പറഞ്ഞാൽ ഞാൻ CD വാങ്ങുമ്പോൾ CD ട്രാൻസ്പോർട്ടും CD പ്ലെയറും ഉണ്ടെന്ന് ആളുകൾ ഒന്ന് മനസ്സിലാക്കുന്നതാണ്. ആഡിയോയിലേക്ക് CD ട്രാൻസ്പോർട്ടും ഉണ്ട്, CD പ്ലെയറും ഉണ്ട്. അതിവിടെ പലർക്കും അറിയില്ല. അതായത് CD ട്രാൻസ്പോർട്ട് എന്താണ്, CD പ്ലെയർ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം അതൊന്ന്. CD പ്ലെയറിനും ട്രാൻസ്പോർട്ടിനുമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, CD ട്രാൻസ്പോർട്ടിലേക്ക് വന്ന് ഡിജിറ്റൽ ഔട്ട്പുട്ട് മാത്രമേ പുറത്ത് വരും. അതായത് DAC ഇരിക്കത്തില്ല. ഡിജിറ്റൽ ടു അനലോഗ്, DAC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പം സാധാ സിസ്റ്റത്തിലേക്ക് ഇരിക്കുന്ന സാധാ CD പ്ലെയർ, ആഡിയോ CD പ്ലെയറിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ട് അനലോഗ് ഔട്ട്പുട്ടായിട്ട് മാറ്റി അനലോഗ് ഇൻപുട്ടാണ് നമ്മൾ പ്രീയിലേക്ക് കൊടുക്കേണ്ടത്. അപ്പം DAC ഇല്ലാതെ ഇരിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ടെക്നിക്കൽ ആസ്പെക്റ്റായി ജിറ്റർ എന്നൊരു ഇതുണ്ട് ഡിജിറ്റൽ സോഴ്സിലേക്ക്. ഈ ജിറ്റർ വന്ന് അവോയ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിൽ വളരെ പ്യൂരിറ്റി ആയിട്ട് കിട്ടുന്നത്. അതെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ നല്ലൊരു പ്രിയാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഡാക്കിന്റെ ക്വാളിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുക. അതായത് ഈ ഒരു CD പ്ലെയറിന്റെ ഡാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ. അതേപോലെ ഞാൻ ഇത് സ്ട്രീമിംഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആറണ്ടറിന്റെ N സീരീസിന്റെ സ്ട്രീമറാണ്. അത് ക്യൂബസുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ക്യൂബസുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. ഞാൻ ഇതുപോലെ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടൈഡലായിരുന്നു. ടൈഡൽ ഇന്നും ഇന്ത്യയിലില്ല. അപ്പം നമ്മൾ പുറത്തുനിന്നുള്ള ഒരു സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരുടെ MQA ആണ്. അത് MQAന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻകോഡഡ് ആണ്. അവരുടെ തന്നെ MQ ഉള്ള ഡാക്കിലാണ് അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്യൂബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം സാറിന് അറിയാലോ, ഒരു എൻക്രിപ്ഷൻ ഇല്ല.
ഈവൻ നമ്മുടെ അവിടെ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ പോലും വേവ് ഫയലുകൾ നമുക്ക് ലോസ്ലെസ് ആയിട്ട് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് രണം ഇറങ്ങിയ സമയത്ത് അത് വാങ്ങാൻ പോയപ്പോൾ എനിക്ക് അന്ന് $1 സംതിങ് വന്ന് അത് വേവ് ഫോർമാറ്റിൽ കിട്ടി. അപ്പോൾ അതൊക്കെ ആ ഒരു അനുഭവം ഞാൻ മറക്കില്ല. ആ ഒരു ട്രാക്ക് അത് കേട്ടപ്പോൾ ഒരു സുഖം എന്നൊക്കെ അങ്ങനെയാണ് ഞാനും. നല്ല ഇതായിരിക്കും. അതെ 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 അതെ. അപ്പോൾ ക്യൂബസ് ഞാൻ അന്ന് മുതലേ യൂസ് ചെയ്യുന്നതാണ്. ടൈഡലും അതിന് മുമ്പേ യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്യൂബസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ടോ എന്തോ ഒരു ഭയങ്കര അതൊരു ജാപ്പനീസ് ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ ഇന്ത്യയിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ല. പക്ഷെ ഞാൻ വെച്ചിരിക്കുന്നതും സബ്സ്ക്രിപ്ഷൻ ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് ആണ്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു 1800 ആണെന്ന് തോന്നുന്നു അല്ലേ പെർ മന്ത്. ആൾമോസ്റ്റ് പെർ മന്ത് 1800 മുകളിൽ വരുന്നുണ്ട് ആ പ്ലാനില്. ഞാൻ യൂസ് ചെയ്തിട്ടിരുന്നെന്ന് വെച്ചാൽ പെർ മന്ത് ആണ്. അതെ അതെ, പെർ മന്ത് 1800 പെർ മന്ത് വരുന്നുണ്ട്. അതിപ്പോ നമുക്ക് ഇവിടെ നമ്മുടെ ലാപ്പിൽ യൂസ് ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യാം. പക്ഷെ iOS-ലോ അല്ലെങ്കിൽ APK-ലോ കിട്ടുന്നില്ല. അപ്പൊ സാറ് സോഴ്സ് യൂസ് ചെയ്യുന്നത് ക്യൂബസ്, ഡിജിറ്റലിൽ വരുന്നത് ക്യൂബസ്, അനലോഗിൽ വരുന്നത് ടേൺ ടേബിൾ. എന്റെ അടുത്ത് ഇളയരാജയുടെ മൊത്തത്തിൽ നിറയെ ഉണ്ട്. മലയാളമായിരുന്നാലും ശരി തന്നെ, ഇംഗ്ലീഷും ഉണ്ട്. ടൈറ്റിൽസ് നിറയെ റെക്കോർഡ്സ് ഉണ്ട്, ഒറിജിനൽ ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഒരു രീതിയാണ്. അപ്പോൾ ഇത് നമുക്ക് ടോട്ടലി ഇപ്പോൾ അതെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ ഓഡിയോ കേൾക്കുമ്പോഴാണോ അല്ലെങ്കിൽ അനലോഗ് ഓഡിയോ കേൾക്കുമ്പോഴാണോ സാറിന് കൂടുതൽ ഒരു ഇത് ഫീൽ വന്നത്? അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അനലാഗ് കേൾക്കുമ്പോഴാണ് നല്ല ഒരു സൈലന്റ് ലിസണിങ്. അതായത് ബ്രെയിൻ ഒരുപാട് ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല, മണിക്കൂറോളം നമുക്ക് ലിസൺ ചെയ്യാം. പക്ഷെ ഒരേ ഒരു പ്രോബ്ലം, റെക്കോർഡ് യൂസ് ചെയ്യുമ്പം ഈ നമ്മുടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു നോയ്സ് വരും. അത് വളരെ റെക്കോർഡെല്ലാം നല്ല പോലെ ക്ലീൻ ചെയ്യണം. അത് എന്താ പറയാ, അത് ക്ലീനിങ് ഇപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഇത് വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടുവരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആളുകൾ ഇപ്പൊ കുറെ പേര് ഇതിന്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തോടെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോക്കലായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് വേവ് ഫോർമാറ്റ് എടുത്താണ് നേരെ അനലോഗ് ചെയ്യുന്നത്. ഈ സ്പൂളിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാതെ ഇതിൽ നിന്നാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പോരായ്മ ഇപ്പൊ ഉണ്ട്. അത് ഉണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് വലിയ ഇതായിട്ടൊന്നും കിട്ടുന്നില്ല. ക്വാളിറ്റി പഴയ അനലാഗ് പോലെ ഇതില്ല. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ പറയാൻ പോയാൽ എൻ്റെ അടുത്ത് മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അടുത്തത് സ്വാമി അയ്യപ്പ, ഇതെല്ലാം എൻ്റെ അടുത്ത് റെക്കോർഡ്സ് ഉണ്ട്. ചെമ്മീൻ, ഇതെല്ലാം എൻ്റെ അടുത്ത് റെക്കോർഡ്സ് ഉണ്ട്. പക്ഷെ എന്തെന്നറിയാം, ആ ഒരു റെക്കോർഡിലേക്ക് കേൾക്കുന്ന സുഖം ഇപ്പം പ്രസ് ചെയ്യുന്ന റെക്കോർഡിൽ വരും. അതെ, ഇതാണെന്ന് തോന്നുന്നു എനിക്ക് പ്രശ്നം. അതായത് അവർക്ക് വേവ് ഫോർമാറ്റ് ആണ് അവർ നേരെ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ അനലോഗ് ആക്കി തരാതെ സ്പ്യൂളിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാതെ സ്പ്യൂളിൽ നിന്ന് നേരെ വേവ് ആക്കി ഇതാക്കുമ്പോൾ ആ ക്വാളിറ്റി നഷ്ടപ്പെടും. ക്വാളിറ്റി നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക്. അതെ അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് വളരെ വലിയൊരു ഇതായിട്ടല്ല, പക്ഷെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് ലിസൺ ചെയ്യുമ്പോൾ അത് നമുക്കത് മനസ്സിലാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ എക്കോയുടെ റെക്കോർഡ്സ് ഇതെല്ലാം കേൾക്കുമ്പം നല്ല സൂപ്പർ ആയിരിക്കും, പഴയ കാലത്ത് പാട്ടുകൾ. അതെ, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ റെക്കോർഡ്സ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സ്പ്യൂളിൽ നിന്നാണ് എടുത്ത് ചെയ്യുന്നത്. നല്ല രസമുണ്ട് അത് കേൾക്കാനൊക്കെ. അപ്പോ ഈ പറയുന്ന അത് UK നിന്ന് പ്രസ് ചെയ്ത് കൊണ്ടുവരുന്നു. അതെ അതെ അതെ. CD-യും 5 CD അല്ലേ വരുന്നത്? അതെ, ഫസ്റ്റ് എഡിഷൻ CDs ഇപ്പൊ ഈ പറയുന്ന കളക്ഷൻ ഞാൻ 2018 മുതൽ കളക്ഷൻ ചെയ്ത് തുടങ്ങുന്നതാണ്. എൻ്റെ അടുത്ത് ഒരു 600ഓളം ആൽബംസ് ഉണ്ട്. ഫസ്റ്റ് എഡിഷൻ ആയിട്ടുണ്ട്, ISO ഫയലായിട്ട് ഞാൻ ചെയ്തത്. കാരണം ഇനി അത് നഷ്ടപ്പെട്ടിരിക്കുവാണല്ലോ. ഫസ്റ്റ് എഡിഷൻ കിട്ടാൻ പാടാണ്. പിന്നെ ഓവർസീസ് പോയത് വരുന്നുണ്ട്. പക്ഷെ കുറേ ഇപ്പൊ ഈ പറയുന്ന ഒരു ബിസിനസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്സാമ്പിൾ നെറ്റിൽ നിന്ന് ഇടുന്ന ടൊറന്റിൽ നിന്നൊക്കെ കിട്ടുന്നിട്ട് ഫസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പണ്ട് ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. LDAC എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് അപ്സാമ്പിൾ ചെയ്താണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്പെക് എന്ന് പറഞ്ഞ ഒരു സ്പെക് പ്രോഗ്രാം വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാം നല്ല സോഴ്സ് അല്ല കേട്ടോ. ഇപ്പം വന്ന് എല്ലാം നമ്മുടെ ഇതായിപ്പോയി, അത് ബിസിനസ് രീതിയിലേക്ക് ആയിപ്പോയി. CD എല്ലാം 2000-2500 രൂപ എല്ലാം വിൽക്കുന്നുണ്ട്. LP റെക്കോർഡ്സ് 8000-9000 വിൽക്കുന്നുണ്ട്. ചില ടൈറ്റിൽസ് എല്ലാം
പക്ഷെ എനിക്ക് ആ പ്രൈസിലുപരി ഇത് ഫേക്ക് ആണ് കിട്ടുന്നത്. ഈ അപ്സാമ്പിൾ ചെയ്തതും അപ്സാമ്പിൾ ചെയ്തിട്ടുള്ള ഫയൽസ് ഒക്കെയാണ് അവർ ഒറിജിനൽ. ഈവൻ ഫ്ലാഗ് ഒക്കെ എന്തോരം നെറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയാം, ടോറന്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് സൈറ്റിലുണ്ടായിരുന്നു, അവരൊക്കെ ഇതായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ സാറ് അനലോഗായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ പറയുന്ന സോഴ്സുകളും ഡിജിറ്റലുമാണ് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളതും അനലോഗ് തന്നെയാണ്, തീർച്ചയായിട്ടും ആവണമല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണ് അനലോഗിൽ, സോറി ഡിജിറ്റലിൽ വരുന്ന സി ഡി പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന CD ട്രാൻസ്പോർട്ട് തന്നെയാണ്. ഒരു കളക്ഷൻസ് ഉണ്ടോ സാറിന്റെ? എൻ്റെ അടുത്ത് CD നിറയെ കളക്ഷൻസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷും ഉണ്ട്, സാധാ മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്. ഞാൻ മാക്സിമം ഇംഗ്ലീഷാണ് കൂടുതലും ഇഷ്ടപ്പെട്ട ജോണർ ഏതാണ് ഇതിനകത്ത് കേൾക്കാനായിട്ട് സാറിന്? ഇപ്പൊ സാറ് ആദ്യമേ പറയണ്ടായിരുന്നു അല്ലല്ല, ഞാൻ ആദ്യം ഭക്തിഗാനങ്ങളായിരുന്നു, പിന്നീട് മാറി. ഞാൻ മുമ്പ് തൊട്ടേ മലയാളവും തമിഴും കേട്ടോണ്ടിരുന്നു. രണ്ടാമത് അതിനുശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ സർക്കിളാണ് പറഞ്ഞത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് കേൾക്കുമ്പം ഇതിലേക്ക് വരുന്നത് ഞാൻ കൺട്രി സോങ്സ് നല്ല പോലെ ചോദിക്കും, കേൾക്കും. അതിനുശേഷം ജാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു നമ്മൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ടെക്നോ ഒക്കെ കൂടുതലും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാർട്ടി ഹോൾസിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ. പക്ഷെ ഹൈഫൈ ലിസണിങ് ഒരു സെറ്റപ്പിൽ അതിട്ട് കേൾക്കുമ്പോഴുള്ള വ്യത്യാസം തന്നെ ഭയങ്കര വലുതാണ്. നമ്മൾ ആ ഒരു സ്പാർക്കിംഗ് സൗണ്ട്, ആ ഒരു ഇമേജിങ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ ഇത്രയും അധികം ഡേറ്റ ഇൻഫോർമേഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ എന്താ പറയുക, ഒരു ഉണർവാണത്, ഒരു തിരിച്ചറിയൽ കൂടിയാണ്. ഇത്രയും ഒരു ആർട്ടിസ്റ്റ് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൃത്യമായ സോഴ്സ്, ഈവൻ കൃത്യമായ കേബിൾസുകൾ, കൃത്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ കറക്റ്റ് സെറ്റ് ആയാൽ മാത്രമേ നല്ല ഒരു പ്രിസൈസ്ഡ് ഫോർമേഷൻ സൗണ്ട് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നിറയെ സൗണ്ടുകൾ മിസ്സാവും എല്ലാ രീതിയിലും, അക്കോസ്റ്റിക്സ് ആവട്ടെ, ഈവൻ നമ്മുടെ സ്വീറ്റ് സ്പോട്ട് ആവട്ടെ, എല്ലാ രീതിയിലും അത് നോക്കിക്കണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു അനുഭവമായിരിക്കില്ലേ. ഈവൻ നിങ്ങൾ തിയേറ്ററിൽ പോയാലും സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അതെ, സെന്ററിലേക്ക് ഇരുന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ലിസണിങ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിസണിങ് മറ്റേ കറക്റ്റ് ലിസണിങ് കിട്ടത്തില്ല. ഇല്ല, കൂടുതൽ ആളുകളും പണ്ട് ഈ പോയിരിക്കുന്നത് ബാൽക്കണിയിലായിരുന്നു. ബാൽക്കണിയില് പക്ഷെ ഇന്നത് മാറി. ഏറ്റവും സെന്ററിലേക്ക്, സെന്ററും അതായത് 1/3 അതായത് സെക്കൻഡ് പോർഷനിൽ ഇരിക്കുന്നതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അത് ഓവറിലേക്കുള്ള അത് തന്നെ നമ്മുടെ ഇതിലേക്കും കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് എടുത്താൽ. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് നമുക്കൊരു പ്രൈവറ്റ് സിനിമ ഒരു സംഭവം നമുക്കുള്ളതുകൊണ്ട് എനിക്ക് സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആകെയുള്ള പ്രശ്നം സോഴ്സ് ഇല്ല എന്നുള്ളതാണ്. തിയേറ്ററിൽ കിട്ടുന്ന ഒരു സോഴ്സ്, ഡെഡിക്കേറ്റഡ് സിനിമ പ്രൈവറ്റ് സിനിമയ്ക്ക് കിട്ടുന്നതിന് സോഴ്സ് ഇല്ല. കാരണം അവിടെ കിട്ടുന്ന ഒരു സോഴ്സ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ തിയേറ്ററിൽ എന്താ ഈ പറയാ, അതായത് ഒരു വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അത് സിസ്റ്റം പെർഫോം ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് സിനിമയിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയാം, നിങ്ങൾക്ക് വേണ്ടി പ്രോസസിങ് അവിടെ ആകെ പേഴ്സൺ ആർ 1 or 2 persons. അതാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ നമ്മുടെ ഈ പറഞ്ഞ മൂവി എക്സ്പീരിയൻസ് ആവട്ടെ, മ്യൂസിക് എക്സ്പീരിയൻസ് ആവട്ടെ, ഡെഡിക്കേറ്റഡ് സെറ്റപ്പിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ഡെഡിക്കേറ്റഡ്ലി അത് ഇൻഡിവിജ്വൽ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു അനുഭവം വളരെ മികച്ചത് തന്നെയാണ്. മികച്ചത്. സാറ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ചെയ്തേക്കുന്ന സിസ്റ്റം നമുക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. സബും സാർ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? അതായത് സ്റ്റീരിയോ ടൈപ്പ് സ്റ്റീരിയോ എന്ന് പറയുന്നത് ഞാൻ ലൈൻ ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റിന് ലെഫ്റ്റ് ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട്, റൈറ്റിന് റൈറ്റ് ചാനൽ. എപ്പോഴും നിങ്ങൾ ഡൂസും ഡൂസും ഉണ്ട്. അതെ, ഡൂസ് എന്ന് പറയുന്നതിലേക്ക് 2 സബ് യൂസ് ചെയ്യണം. അത് ചില കസ്റ്റമർ, ഈവൻ നമ്മുടെ ഔട്ട് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, അതിനകത്ത് ചില ആളുകൾ ഇത് LFE മോഡ്, സിനിമ മാത്രമാണ്. അത് LFE സിഗ്നലല്ല നമ്മുടെ സ്റ്റീരിയോയിൽ കിട്ടുന്നെങ്കിൽ അവർക്ക് ചിലത് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ലെഫ്റ്റ് റൈറ്റും സബ് ഊഫർ കൊടുത്തിട്ട് ക്രോസ് ഓവർ സെറ്റ് ചെയ്യാന്നുള്ളത്. ഹൈപാസ് നമ്മൾ ഈ പറയുന്ന ഫ്ലോർ സ്റ്റാൻഡ് സ്പീക്കറിന്റെ എത്രയാണോ കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചായിരിക്കും. ഓവർ ഇത് ചെയ്യത്തില്ലല്ലോ. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. നിങ്ങൾ ബുക്ക് ഷെൽഫ് യൂസ് ചെയ്താൽ 80 ഹെഡ്സിന്റെ മുകളിലേക്ക് കട്ട് ഓഫ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക്
ഒരു ഡെപ്ത് കിട്ടും. അപ്പോൾ ഇതാണ് സാറിന്റെ ഫുൾ ആയിട്ട് വരുന്ന സെറ്റപ്പ് കാര്യങ്ങൾ. അതെ അതെ. അപ്പോൾ സാറ് കൂടുതൽ ഞാൻ വയേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നതും നല്ല വയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് സാർ ഇപ്പൊ ഏത് ടൈമിലാണ് കൂടുതൽ മ്യൂസിക്? ഞാൻ ഈവനിങ് ടൈം ഒരു 7 o'clock to 9 o'clock വരെയും ഞാൻ ഏതെങ്കിലും ഒരു ലിസണിങ് റൂമിലിരിക്കും. കേട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫ്രഷ് ഫ്രഷ്നെസ് ആണ്. നമുക്ക് ഒരു ഉറക്കത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ വെക്കുന്ന ഒരു ഫ്രഷ് അപ്പ് ആയതുപോലെ അത് ഒരു എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു ടെൽ ദിസ് തിങ്. വാട്ട് ഐ ആം സെയിങ് ദാറ്റ് അതൊരു വേറെ ഒരു ലോകമാണ്. അത് നിങ്ങൾ ഫീൽ ചെയ്യണം. ഞാൻ ഓരോ ആൾക്കാരുടെ പറയുന്നത് പറയാൻ വേർഡ്സ് ഇല്ല, പക്ഷെ നിങ്ങൾ ലിസൺ ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാര്യമാണ്. കാരണം സാറിന്റെ നമ്മൾ തമ്മിൽ ഒരു 20 വർഷത്തെ ഏജ് ഡിഫറൻസ് ഉണ്ട്. എനിക്കത് ഇത്രയും ഈ ഒരു സമയത്ത് മനസ്സിലാക്കി തന്നതിൽ ഞാൻ വളരെ ഇതാണ്. അല്ല, ഞാൻ പഠിച്ചത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ലിസണിങ് എക്സ്പീരിയൻസ് പഠിച്ചത് വളരെ കുറവാണ്. ഇനി എത്രയോ പഠിക്കാനുണ്ട്, ഇനി എത്രയോ കേൾക്കാനുണ്ട്. ഓന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാൻ പറ്റും. എനിവേ നിങ്ങൾ വന്നതിന് വളരെ നന്ദി. എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ സാറിന്റെ അതിഥിയായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം. അതും എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിന് മേലെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ സാർ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം 2 വർഷത്തിന് മേലെ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അത് കാരണം ഈ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് വരണം. കാരണം ഒരുപാട് പേര് ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും നിങ്ങളുടെ സജഷൻ ഞാൻ ഒത്തിരി എടുത്തിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്തിരുന്നു. ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് നല്ല ഗൈഡൻസ് നിങ്ങൾ തന്നതിൽ വളരെ 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 ഹെൽപ്പായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിലും എല്ലാത്തിനും നന്ദി.